ഹലോ നമസ്കാരം ഗായ്സ്. ശീതകാല പച്ചക്കറി സ്റ്റാർട്ട് ചെയ്യാൻ സമയം ഏകദേശം ആയിരിക്കുന്നു. ഞാൻ ഒരു 40 ദിവസം മുന്നേ നട്ട പയറാണിത്. 4 മരട് ഏകദേശം നല്ല വിളവ് കിട്ടി. നല്ല മീറ്റർ പയറാണ്. അപ്പോൾ ഇതൊന്ന് വിളവെടുക്കാമെന്ന് കരുതി. നല്ല മീറ്റർ പയറാണ്. ഒരു 5 മരടോളം ഉള്ളൂ. നല്ല പന്തലുമ കയറിക്കണം. പന്തൽ കൊടുത്തിക്കണം ഇതിന്. നമ്മളെ കുക്കമ്പറിൻ്റെ പന്തലാണിത്. അപ്പോൾ അയിമക്ക് കയറ്റിക്കണം. അപ്പോൾ ഏകദേശം നല്ല നീളത്തിൽ കൊല പോലെ ഇരിക്കുന്ന പയർ. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ കൃഷി ചെയ്യണം. ശീതകാല പച്ചക്കറി വിത്തുകളൊക്കെ വാങ്ങി നല്ല നടണം. ഏകദേശം നല്ലത് പയറൊക്കെ നമ്മളെപ്പോഴും നടേണ്ട ഒരു ഐറ്റം തന്നെ. വല്ല പരിചരണമില്ലാതെ കായ്ക്കുന്ന പയർ കൂടുതൽ നടരുത്. കുറച്ച് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറി പയർ. ഞാനിതിപ്പോൾ ഒരു സ്ഥലത്ത് എനിക്ക് പയർ കഴിഞ്ഞു. അപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പോൾ സ്റ്റാർട്ടായി പയർ. അപ്പോൾ വേറെ സ്ഥലത്ത് ഞാൻ നട്ടിക്കണം. അപ്പോൾ ഇനി ഇത് കഴിയുമ്പോഴത്തേന് അവിടെ സ്റ്റാർട്ടാവും. അപ്പോൾ എന്നും എനിക്ക് പയർ പറിക്കാനുണ്ടാവും. വിൽപ്പനക്കൊന്നും ഉണ്ടാവില്ല, വീട്ടിലെ ആവശ്യത്തിന് മാത്രം. വിൽപ്പനക്കൊന്നും വിൽക്കാറില്ല. അവനവൻ്റെ വീട്ടിലെ ആവശ്യത്തിന് മാത്രം. നല്ല പയർ. ഇതിന് ഞാൻ വെറുതെ 4 കുരു നട്ടതാണ്. വേറെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല. വളവും കാര്യങ്ങളൊന്നും ഇട്ടെടുത്തിട്ടില്ല. അത് കമ്പോസ്റ്റ് ഇടുന്ന ആദ്യം തന്നെ അത് ഉണ്ടാണ്. അപ്പോൾ ഏകദേശം വളമയും കാര്യങ്ങളൊക്കെ അടുക്കള വേസ്റ്റ് ഇടുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ നല്ല വളമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വളമൻ്റെ ആവശ്യം ഇതിന് വന്നിട്ടില്ല. പിന്നെ എപ്പോഴേലും വെയിലാകുമ്പോൾ നനക്കും. വേറെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇത് നമുക്ക് ഇനി ഒരു 1.5-2 മാസത്തോളം നമുക്ക് പറിക്കാനുണ്ടാവും ഈ പയർ. അപ്പോൾ അതിൽ വേറെ സ്ഥലത്ത് പയറായിക്കൊണ്ടിരിക്കുന്നു. നല്ല മീറ്റർ പയറാണ്. ഇനിയിപ്പോൾ ഇന്ന് പറിച്ചു, ഇനി നാളെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും പറിക്കാം. അപ്പോൾ ഒന്നരാടം വീട്ടിലേക്ക് ഇടവിട്ടായിട്ട് നമുക്ക് ഉപ്പേരി വെക്കാം. ഉണ്ടോ, നല്ല നീളം പയറാണ് ഇത്. നമ്മളെ കുക്കമ്പറിൻ്റെ വള്ളിമുക്കാണ് കയറ്റിക്കണം. അപ്പോൾ നല്ല ഇതാണോ, ഇത് മതി. ഇപ്പോൾ ഒരു വീട്ടിലേക്ക് നല്ലൊരു കുടുംബത്തിന് വീട്ടിലേക്ക് ഉപ്പേരി വെക്കാല പയർ കണ്ടോ. നല്ല നീളം പയർ, നല്ല പച്ചപ്പയർ. യാതൊരു മരുന്നോ കുന്തറാണോ ഒന്നും അടിച്ചിട്ടില്ല. ഓക്കെ, അങ്ങനെ പച്ചവടക്കനെ വേണമെങ്കിൽ കഴിക്കാം.